ഹലോ, ഇത് ഇവിടെ കൊച്ചിയിൽ 5-ാമത്തെ ദിവസം. ഇത് സോനം അമ്പലപ്പുഴ എന്നാണ് പറഞ്ഞത്. കുറേ നാളായി എൻ്റെ പുറകിൽ സൈക്കിൾ ഓടിക്കാൻ വേണ്ടി. പക്ഷേ 5 ദിവസമേ വരാൻ പറ്റില്ല. ഇന്നത്തേക്ക് 3 ദിവസമേ ആയിട്ടുള്ളൂ. ചവിട്ടാൻ വേണ്ടി മെല്ലെ തുടങ്ങുന്നുള്ളൂ. ഇനി 2 ദിവസത്തെ പ്രാക്ടീസ് മുന്നേ ക്ലിയർ ആവും. പക്ഷേ സോനത്തിൻ്റെ വീട്ടിൽ വണ്ടിയുടെ സൈക്കിളിൽ പ്രാക്ടീസ് ചെയ്യുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും സോനം വന്നിട്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ആണ്. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല ഇമ്പ്രൂവ്മെൻറ്റ്. കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് സൈക്കിൾ പഠിക്കണം എന്നുള്ളത്. അപ്പം ഇങ്ങനെ ഞാൻ ആദ്യം യൂട്യൂബിൽ ലെസൺസ് ഉണ്ടോ എന്ന് നോക്കി, ഡ്രൈവിംഗ് ലെസൺസ് പഠിക്കാനുള്ള ലെസൺസ് ഉണ്ടോ എന്ന് നോക്കി. അപ്പം ഇന്നത്തെ ക്ലാസ്സിൻ്റെ ആയിരുന്നു, സാറിൻ്റെയും മാഡത്തിൻ്റെ ഒക്കെ ക്ലാസ്സിൻ്റെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് താഴെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്, നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നെ അപ്രോച്ച് ചെയ്യാൻ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ആ നമ്പറിൽ വിളിച്ചിട്ട് ഇവരെ ഇടയ്ക്കിടയ്ക്ക് വിളിക്കും. അപ്പം ഞാൻ ഇവരെ ഫ്രീ ആവും, ഇവർ പഠിപ്പിക്കുന്ന സ്ഥലത്ത് എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് സാഹചര്യം ഒത്തു വന്നത്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നു, പഠിച്ച് നല്ല വ്യത്യാസമുണ്ട്. ഞാൻ തന്നെ പഠിക്കാനൊക്കെ നോക്കിയത്, പക്ഷെ എനിക്ക് പേടിയും നാണക്കേടൊക്കെ എന്തൊക്കെയോ കാരണം കൊണ്ട്, പെട്രോളൊക്കെ കാരണം കൊണ്ട് പഠിക്കാൻ പറ്റിയില്ല. പക്ഷെ ഇവിടെ നിന്ന് നമ്മളെല്ലാവരും നമ്മളെപ്പോലുള്ള ആൾക്കാരും ഇവിടെ എല്ലാവരും, അപ്പോൾ നമ്മളെല്ലാവരും ഈക്വലാവും. നമ്മൾ നാണക്കേടൊന്നും ഇല്ല, മറ്റേ പേടിയാ ഭയമൊന്നുമില്ല, അങ്ങനെ പഠിക്കും. എല്ലാവരും പേരുണ്ട്, പിന്നെ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ നമ്മൾ പഠിക്കും. ഇപ്പോൾ കുഴപ്പമില്ല, അങ്ങോട്ട് നല്ല ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. അപ്പോൾ വളരെ വലിയ താങ്ക്സ് ഉണ്ട് രണ്ടുപേരോടും. നമുക്കിങ്ങനെ ഒരു അവസരം കിട്ടിയതും ഇങ്ങനെ വരാൻ പറ്റിയതും. വേറെ നമ്മുടെ അടുത്തൊന്നും, ഞാൻ ആലപ്പുഴയിൽ നിന്ന് ഇങ്ങോട്ട് വരികയാണ്. ഇവിടെ ഇതിപ്പോൾ ഇടക്കൊച്ചിയാണ്. ഇത്രയും ദൂരം നിന്ന് അവിടെ ഒന്നും ഈ പഠിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വരുന്നത്. ഇങ്ങനെ ഒരു എന്താ പറയുക, ട്രെയിനിങ് പ്രോഗ്രാം ഉള്ളത് കുറേ ഇങ്ങനെ ഞങ്ങളെപ്പോലുള്ള സൈക്കിൾ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ലേഡീസിന് ഒരു നല്ലൊരു കാര്യം.